ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ സെയിൽ വന്നിട്ടുള്ള ടോപ്പ് 12 സബ് 4 മീറ്റർ കോമ്പാക്ട് എസ് യു വിസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഇതിൽ കൂടുതൽ വിറ്റുവന്ന വണ്ടികൾ നിങ്ങൾക്ക് അറിയായിരിക്കും, പക്ഷേ കുറവ് വിറ്റുവന്ന വണ്ടികളും ഉണ്ട്. ഫോർ എക്സാമ്പിൾ 12th പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ റെനോ കൈഗർ. ഈ വാഹനത്തിന് കഴിഞ്ഞ മാസം 779 വാഹനങ്ങൾ സെയിൽസ് ആണ് ലഭിച്ചത്. ഞാൻ എന്തായാലും ഇതിന് ഒക്ടോബറിന് സെയിൽസ് വെച്ച് കമ്പയർ ചെയ്യുന്നില്ല, അതായത് മന്ത് ഓൺ മന്ത് നമ്മൾ കമ്പയർ ചെയ്യുന്നില്ല. കാരണം മന്ത് ഓൺ മന്ത് എങ്ങനെയൊക്കെ നോക്കിയാലും ഈ മാസം സെയിൽ കുറവായിരിക്കും, നവംബറിൽ സെയിൽ കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ 2023 നവംബറും 2024 നവംബറുമായിട്ട് ഇയർ ഓൺ ഇയർ ബേസിസിലുള്ള കമ്പാരിസൺ ആണ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നവംബർ 2023 കൈഗറിന് 530 വാഹനങ്ങളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. 249 വാഹനങ്ങളുടെ വ്യത്യാസവും 46.98% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഗ്രോത്ത് റേറ്റ് ആണ്. നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ മൂന്നാമതായി ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വാഹനം ഇതാണ് എന്ന് പറയാം. പക്ഷേ മന്ത് ഓൺ മന്തിൽ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി സെയിൽ കുറഞ്ഞിട്ടേ ഉള്ളൂ. ഇനി അടുത്ത് നമ്മുടെ 11th പൊസിഷനിൽ നിൽക്കുന്ന വാഹനമാണ് മാരുതി സുസുക്കി ജിമ്നി ഓർ സുസുക്കി ജിമ്നി. ഇതിന് കഴിഞ്ഞ മാസം 988 വാഹനങ്ങൾ സെയിൽസ് ആണ് ലഭിച്ചിരിക്കുന്നത്. 2023 നവംബറിൽ 1020 വാഹനങ്ങൾ സെയിൽസ് ലഭിച്ചായിരുന്നു. ഇയർ ഓൺ ഇയറിൽ വലിയ വ്യത്യാസമില്ല, ജസ്റ്റ് 32 വണ്ടികളുടെ വ്യത്യാസവും 3.14% ഡീഗ്രോത്ത് റേറ്റും മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ ലിസ്റ്റിൽ തന്നെ 4 വണ്ടികൾക്ക് ഡീഗ്രോത്ത് ഉണ്ട്. അതിൽ ഏറ്റവും കുറവ് ഇയർ ഓൺ ഇയർ പെർസെൻറ്റേജിലുള്ള ഡീഗ്രോത്ത് വന്നിരിക്കുന്ന നമ്മുടെ ജിമ്നിക്കാണ്. ബട്ട് സ്റ്റിൽ 1000-നടുത്ത സെയിലുള്ള ഒരു മാരുതി സുസുക്കി വാഹനം എന്ന് പറയുമ്പോൾ തീർച്ചയായും കുറച്ച് മോശം തന്നെയാണ്. അവരിതിന് ഇനീഷ്യലി 3000 അടുത്താണ് സെയിൽസ് എക്സ്പെക്ട് ചെയ്തിരുന്നത്. അതിലെന്തായാലും കുറവ് തന്നെയാണ് ഈ വാഹനം ഇപ്പോഴും വിൽക്കുന്നത്, ഇത്രയൊക്കെ ഡിസ്കൗണ്ട് കൊടുത്തിട്ട് പോലും. പക്ഷേ ധാരണ നല്ല സെയിലും ഉണ്ട്. ഏതായാലും 10th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ നിസാൻ മാഗ്നൈറ്റ് ആണ്. ഇതിന് കഴിഞ്ഞ മാസം 2342 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചത്. 2023 നവംബറിൽ, അതായത് ഈ ഫേസ് ലിഫ്റ്റ് ഒക്കെ വരുന്നതിന് മുന്നേ ഉള്ള വണ്ടിയായിരുന്നു. അതിന് പക്ഷേ 2454 വാഹനങ്ങൾ സെയിൽസ് കഴിഞ്ഞ വർഷം ലഭിച്ചതാണ്. 112 വാഹനങ്ങളുടെ വ്യത്യാസവും 4.56% ഡീഗ്രോത്ത് റേറ്റ് ഒക്കെ ഉണ്ട്. അഗൈൻ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഒക്കെ എടുക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറവാണ്. ബട്ട് സ്റ്റിൽ, അതായത് പി ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ രണ്ടാമതായി ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വണ്ടിയാണ് മാഗ്നൈറ്റ്. പക്ഷെ എന്നാലും നിസാൻ ഇപ്പോൾ ഇന്ത്യയിൽ പിടിച്ചു നിൽക്കുന്ന മാഗ്നൈറ്റ് എന്ന് പറയുന്ന ഒറ്റ വണ്ടി കൊണ്ടാണ്. എക്സ്ട്രയിൽ പിന്നെ ഇവിടെ ഉള്ളതും ഇല്ലാത്തതൊക്കെ കണക്കായതുകൊണ്ട് അതിനെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല. ഇവർ അടുത്ത വർഷം ഇപ്പോൾ നമ്മുടെ പുതിയ ഡസ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു SUV ഇറക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിലൊക്കെ ക്ലച്ച് പിടിച്ച് പോയാലും നിസാനിന് എന്തെങ്കിലും രക്ഷയുള്ളൂ. ഇന്റർനാഷണലി തന്നെ നിസാൻ ഇപ്പോൾ വല്ലാതെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് 12 to 14 months മാത്രമാണ് ഗ്ലോബലി നിസാനിനെ സസ്റ്റെയിൻ ചെയ്യാൻ മാത്രമുള്ള എമൗണ്ട് അവരുടെ ഫണ്ടിലുള്ളത്. അല്ലെ പിന്നെ വേറെ ഏതെങ്കിലും കമ്പനി ഏറ്റെടുക്കണം. റെനോ ഏതായാലും അവരുടെ നിസാനിലുള്ള സ്റ്റേക്ക് നന്നായിട്ട് കുറച്ചിട്ടുണ്ട്. പണ്ട് ഇതുപോലെ നിസാൻ ഒരു ബാങ്ക്രപ്സി സ്റ്റേജിൽ എത്തിയ സമയത്താണ് റെനോ ഏറ്റെടുത്തത്. ഇനിയിപ്പോൾ ആരെ ഏറ്റെടുക്കും നമുക്ക് നോക്കാം. ഏതായാലും ഗൈസ്, നമ്മുടെ 9th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ടൊയോട്ട അർബൻ ക്രൂസർ ടൈസർ എന്ന് പറഞ്ഞ ചെറിയ പേരുള്ള, പക്ഷേ എന്നാൽ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു റീബാസ്റ്റ് വാഹനമാണ്. ബേസിക് ഇൻ ദ സെൻസ് ഫ്രോക്സിൻ്റെ റീബാസ്റ്റ് വാഹനമാണ് ടൈസർ. ഇതിന് കഴിഞ്ഞ മാസം 3620 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചത്. ഇതിന് വേണ്ടി നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഇയർ ഓൺ ഇയർ ബേസിസിലൊന്നും കമ്പയർ ചെയ്യാനില്ല. ഇനിയിപ്പോൾ മന്ത് ഓൺ മന്ത് നോക്കുകയാണെങ്കിലും 3092 വാഹനങ്ങൾ സെയിൽസ് ആയിരുന്നു ഒക്ടോബർ 2024 വാഹനത്തിന് കിട്ടിയത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ആണ്. 17% അടുത്ത് ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ മന്ത് ഓൺ മന്തിൽ നോക്കുമ്പോൾ ഈ ടോപ്പ് 12 വണ്ടികളുടെ ലിസ്റ്റിൽ ആകെപ്പാട് 2 വണ്ടികൾക്ക് പ്രോഫിറ്റ് ഉള്ളൂ. ആ പ്രോഫിറ്റ് ഉള്ളൂ, അതായത് സെയിൽസിൽ മന്ത് ഓൺ മന്തിൽ ഗെയിൻ വന്നിരിക്കുന്ന ആ 2 വണ്ടികളിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വണ്ടി ടൈസർ ആണ്. ജസ്റ്റ് ഇവിടെ പറഞ്ഞെന്ന് മാത്രം, ബാക്കിയെല്ലാം ഇയർ ഓൺ ഇയർ ആണ്. ഇതിന് ഇയർ ഓൺ ഇയർ കമ്പയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് മന്ത് ഓൺ മന്ത് പറഞ്ഞത്. കാരണം 2023 നവംബറിൽ വണ്ടി ഇറങ്ങിയിട്ടില്ല. ഇനിയിപ്പോൾ നമ്മുടെ 8th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഹ്യുണ്ടായുടെ എക്സ്റ്റർ ആണ്. അവർ ഇനീഷ്യലി അത്യാവശ്യം നല്ല ഹോപ്പൊക്കെ വെച്ചിറക്കിയ വണ്ടിയാണ്. പക്ഷേ അവരുടെ എക്സ്പെക്ടേഷൻസിന് അത്ര ഈ വണ്ടിക്ക് സെയിൽസ് കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കഴിഞ്ഞ മാസം 5747 വാഹനങ്ങൾ സെയിൽസാണ് ഇതിന് ലഭിച്ചത്. നവംബർ 2023 8325 വാഹനങ്ങൾ സെയിൽസ് ലഭിച്ചായിരുന്നു. അത് അത്യാവശ്യം നല്ല സെയിലായിരുന്നു. 2578 വാഹനങ്ങളുടെ വ്യത്യാസം പക്ഷേ കഴിഞ്ഞ മാസത്തെ തന്നെ സെയിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 30.97% ആണ് ഡീഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്നത്. ഈ ലിസ്റ്റിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വണ്ടിയും കൂടിയാണ് നമ്മുടെ എക്സ്റ്റർ. എന്തായാലും പഞ്ചിൻ്റെയൊക്കെ സെയിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എക്സ്റ്ററിൻ്റെ സെയിൽ വളരെ മോശമാണ്. അതുപോലെ ഇഗ്നിസിൻ്റെ സെയിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് കുറച്ചെങ്കിലും കൂടുതലുണ്ടെന്ന് പറയാൻ പറ്റുന്നത്. ഇനി ഏതായാലും നമ്മുടെ 7th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മഹീന്ദ്രയുടെ XUV 3X ആണ്. ഈ വാഹനത്തിന് കഴിഞ്ഞ മാസം 7656 വാഹനങ്ങളുടെ സെയിൽസാണ് ലഭിച്ചത്. നവംബർ 2023 4673 വാഹനങ്ങളുടെ സെയിൽസ് ആയിരുന്നു ലഭിച്ചത്. അതായത് ഇവിടെ നമുക്ക് വ്യത്യാസം വന്നിരിക്കുന്ന 2983 വാഹനങ്ങളുടെയാണ്. 63.83% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ ഇയർ ഓൺ ഇയർ ബേസിസിൽ നോക്കുകയാണെങ്കിലുള്ള ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വാഹനം XUV 3X തന്നെയാണ്. ആ സമയത്ത് ഈ വണ്ടി ആക്ച്വലി ഇറങ്ങിയിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് കുറച്ച് സെയിൽ കുറവായിട്ട് നമുക്ക് തോന്നുന്നത്. പക്ഷെ എന്തായാലും ഇപ്പോൾ ഇറങ്ങിയിട്ട് കുറച്ച് കാലമായി ഞാൻ പതുക്കെ സെയിൽസ് ഇങ്ങനെ സ്റ്റേബിളായി വന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇതിന് മുന്നേ 9000-നടുത്ത് സെയിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാസം ഒരു ഇച്ചിരി കുറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ എന്നാലും 7000 മുകളിൽ കിട്ടാന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സെയിൽ തന്നെയാണ്. നമുക്ക് അങ്ങനെ കുറ്റം പറയാനൊന്നുമില്ല. ഇനി അടുത്തതായി 6th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം കിയയുടെ സോണറ്റ് ആണ്. സോണറ്റിന് കഴിഞ്ഞ മാസം 9255 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചത്. നവംബർ 2023 6433 വാഹനങ്ങൾ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. 2822 വാഹനങ്ങളുടെ വ്യത്യാസവും 43.87% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. എഗെയിൻ ഈ ലിസ്റ്റിൽ അത്യാവശ്യം നല്ല ഗ്രോത്ത്
ഗ്രോത്ത് റേറ്റ് ഉണ്ട്. ഫോർത്ത് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി സോണറ്റ് ആണ് എന്ന് പറയും. ടോപ്പ് 3 വന്നിട്ടില്ല എന്നുള്ളൂ. പക്ഷെ എന്നാലും നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത്. ആൻഡ് നല്ല സെയിലും ഈ വാഹനത്തിന് കിട്ടിയിട്ടുണ്ട്. സോണറ്റ് ഇവിടെ ആകുമ്പം അടുത്ത എവിടെയെങ്കിലുമൊക്കെ തന്നെ വെന്യൂ കാണുമല്ലോ. അതുകൊണ്ട് തന്നെ 5th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം വെന്യൂ ആണ്. ഇതിന് കഴിഞ്ഞ മാസം 9754 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല. ജസ്റ്റ് 400-500 വണ്ടികളുടെ അടുത്ത് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ വെന്യൂവും സോണറ്റും തമ്മിൽ. പക്ഷേ എന്തായാലും നവംബർ 2023 വെന്യൂവിന് 11,180 വാഹനങ്ങളുടെ സെയിൽ ലഭിച്ചായിരുന്നു. അതായത് 1426 വാഹനങ്ങളുടെ വ്യത്യാസവും 12.75% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഇയർ ഓൺ ഇയറിൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന ഒരു വാഹനം കൂടിയാണ് നമ്മുടെ ഹ്യുണ്ടായി വെന്യൂ. അതിപ്പോൾ ഒരു ഫേസ് ലിഫ്റ്റിന് കഴിഞ്ഞ വർഷം ഈ വർഷമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. 2022 ഫേസ് ലിഫ്റ്റ് വന്നത്. പക്ഷെ എന്നിട്ട് പോലും സെയിൽസ് അങ്ങനെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് മുകളിലേക്ക് കയറിയിട്ടൊന്നുമില്ല. പക്ഷേ 10,000 റേഞ്ചിലൊക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ആവറേജ് ഇത് പറയാം. ഇനി അടുത്ത 4th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മാരുതി സുസുക്കി ഫ്രോങ്സ് ആണ്. ഈ വണ്ടിയാണ് ഇറങ്ങിയപ്പോൾ തൊട്ട് ഇതുവരെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റെക്കോർഡ് സെയിൽസ് വരുത്തിയിട്ടുള്ള ഒരു വാഹനം. കഴിഞ്ഞ മാസം 14,882 വാഹനങ്ങൾ സെയിലാണ് ഇതിന് ലഭിച്ചത്. നവംബർ 2023 9,867 വാഹനങ്ങൾ സെയിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം തന്നെ അത്യാവശ്യം നല്ല സെയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വർഷത്തേക്ക് വരുമ്പോഴേക്കും 5,015 വാഹനങ്ങളുടെ വ്യത്യാസം 50.83% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. അതായത് ഈ ലിസ്റ്റിൽ തന്നെ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വാഹനം കൂടിയാണ് ഇത്. ഈ ഫ്രോങ്സിൻ്റെ തന്നെ ഇന്ത്യൻ മെയ്ഡ് എക്സ്പോർട്ട് മോഡൽ അവർ ജപ്പാനിൽ സുസുക്കി ഫ്രോങ്സ് എന്ന പേരിൽ കഴിഞ്ഞ ഒക്ടോബറിൽ ഇറക്കിയായിരുന്നു. ആൻഡ് വൻ ഡിമാൻഡാണ് ഈ വാഹനത്തിന് ജപ്പാനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അവർ പ്രതീക്ഷയിലും 10 ടൈംസ് കൂടുതലാണ് ബുക്കിംഗ്സ് വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇനീഷ്യലി തന്നെ 10,000 ബുക്കിംഗ്സിനടുത്തതിന് കിട്ടിയായിരുന്നു. അതുകൊണ്ട് ഫ്രോങ്സ് ഇന്ത്യയിൽ മാത്രമല്ല അങ്ങ് ജപ്പാനിലും വളരെ പോപ്പുലറാണ്. ഇനി അടുത്ത 3rd പൊസിഷനിൽ ഇരിക്കുന്ന വാഹനം നമ്മുടെ ബ്രസയാണ്. ബ്രസയ്ക്ക് കഴിഞ്ഞ മാസം 14,918 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചത്. നവംബർ 2023 13,393 വാഹനങ്ങൾ സെയിൽസിൽ ലഭിച്ചായിരുന്നു. 1,525 വാഹനങ്ങളുടെ വ്യത്യാസവും 11.39% ഗ്രോത്ത് റേറ്റും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സെയിലും ഗ്രോത്തും ഒക്കെ തന്നെ ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 2nd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ടാറ്റ നെക്സോൺ ആണ്. ഇതിന് കഴിഞ്ഞ മാസം 15,329 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചിരിക്കുന്നത്. 2023 നവംബറിൽ പോലും 14,916 വാഹനങ്ങൾ സെയിൽ ഉണ്ടായിരുന്നു. 414 വാഹനങ്ങളുടെ വ്യത്യാസം 2.77% ഗ്രോത്ത് റേറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നാൽ ഇത് ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്രോത്ത് റേറ്റ് ആണ്. വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിലാണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത് എന്ന് പറയും. പക്ഷേ അങ്ങനെ കൺസിസ്റ്റൻ്റ് ആണ് എന്ന് നമുക്ക് ഈ ഒരു മാസത്തെ കണക്കിലും കഴിഞ്ഞ നവംബറിലെ കേസിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം ഈ വർഷം സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ പഞ്ചിൻ്റെ സെയിൽസ് അല്ലാതെ മുകളിലേക്ക് കയറും, നെക്സോൺ സെയിൽസ് അതിനനുസരിച്ച് തന്നെ താഴേക്ക് പോവുകയാണ് ചെയ്ത ഒരു ടെൻഡൻസി നമ്മൾ കണ്ടത്. പക്ഷെ എന്തായാലും ഇപ്പം ഈ വർഷം തീരാനായപ്പോഴേക്കും നെക്സോൺ വീണ്ടും മുകളിലേക്ക് കയറിയിട്ടുണ്ട്. പക്ഷേ പഞ്ചിൻ്റെ സെയിൽ അങ്ങനെ ഒരുപാട് കുറഞ്ഞിട്ടുമില്ല. നേരത്തെ 18 റേഞ്ചിലൊക്കെ ആയിരുന്നു പഞ്ച്. ഇപ്പോൾ പക്ഷേ കഴിഞ്ഞ മാസം 15,435 വാഹനങ്ങൾ സെയിലാണ് ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ പഞ്ചിന് ലഭിച്ചിരിക്കുന്നത്. അതായത് നെക്സോൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 100 വണ്ടികളെടുത്ത് മാത്രമേ വ്യത്യാസമുള്ളൂ. നവംബർ 2023 പഞ്ചിന് 14,383 വാഹനങ്ങൾ സെയിൽ ഉണ്ടായിരുന്നു. അതായത് നവംബർ 2023 പഞ്ചിന് നെക്സോണേക്കാൾ സെയിൽ കുറവായിരുന്നു. ഈ വർഷമാണ് പഞ്ചിന് നെക്സോണേക്കാൾ നന്നായിട്ട് സെയിൽ കൂടിയത്. ഏതായാലും നമ്മൾ ഇതിനെ ഇയർ ഓൺ ഇയറിൽ കമ്പയർ ചെയ്യുമ്പോൾ 1,052 വണ്ടികളുടെ വ്യത്യാസമാണ് പഞ്ചിൻ്റെ 24-23 തമ്മിലുള്ള സെയിൽ വരുന്നത്. 7.31% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. ഡീസൻറ്റ് ഗ്രോത്ത് ആണ്, ഓർ കൺസിസ്റ്റൻറ്റ് സെയിലാണെന്ന് പറയാം. ഗൈസ്, അപ്പോൾ ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയ സബ് 4 മീറ്റർ SUVസിൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.